അങ്ങോട്ട് വരരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അങ്ങേരെങ്ങാനും വന്നാൽ പിന്നെ ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. ആ കേവം വന്നിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? നിന്റെ അടുത്ത് ഞാനില്ലേ? മാലതിക്ക് എന്താ വേണ്ടേ? വിജയൻ ഓർഡർ ചെയ്തോളൂ. സാൻഡ്വിച്ചസ്, ഐസ്ക്രീം ആൻഡ് കോഫി. ഐസ്ക്രീമാണ് എനിക്കിഷ്ടമെന്ന് വിജയൻ എങ്ങനെ മനസ്സിലാക്കി? കുറച്ചു കാലത്തെ പരിചയമുള്ളെങ്കിലും മാലതിയുടെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചുള്ളൂ. ചേട്ടാ, ഇതാണ് ഞാൻ പറയാറുള്ള ഡോക്ടർ മാലതി, എന്റെ അനിയത്തി രേവതി. എന്റെ ഏക സമ്പാദ്യം ഇവളാണ്. എന്റെ ചേട്ടൻ വെറൊരു പാവാണ് കേട്ടോ. പക്ഷെ അനിയത്തെ പറ്റി പറയുമ്പോൾ ചേട്ടൻ 7 നാക്കാണ്. ഡോക്ടറെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാ. അതിരിക്കട്ടെ, രേവതി ഇതുവരെ എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു. പോരെ? ഇനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. 250 രൂപയുണ്ട്. ഞാൻ വരട്ടെ. നമുക്കിന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അങ്ങേര് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരണം. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ റെഡി ആയിരിക്കും കേട്ടോ. ശരി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എടി, നിന്നോടാണ് ചോദിച്ചത്. എന്താ നാം ഇറങ്ങിപ്പോയോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മോളെ, നീ കരയാതെ. അച്ഛനാണ് തെറ്റിയത്. ഉപദേശിച്ച് നന്നാക്കേണ്ടതിന് പകരം വിജയനെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടു. അവനിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കരയാതെ. ഇല്ല, ഇനി ഞാനിത് അനുവദിക്കയില്ല. അച്ഛൻ പോയിട്ട് വരും. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഡോക്ടർ എന്താ മിണ്ടാ നിൽക്കുന്നേ? എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്നോട് സംസാരിക്കാൻ അങ്ങനെയുള്ളത് നോക്കാനുണ്ടോ ഡോക്ടർ? ആദ്യം ഈ ഡോക്ടർ വിളിയൊന്ന് അവസാനിപ്പിക്കൂ. വിജയൻ എന്നെ മാലതിന്ന് വിളിച്ചൂടെ? എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അല്പമെങ്കിലും സന്തോഷിക്കുന്നത് വിജയന്റെ സാമീപ്യത്തിലാണ്. തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയൂ. വിജയനെ എനിക്കിഷ്ടമാണ്. മാലതിയെ വിഷമിപ്പിക്കണമെന്ന് എനിക്ക് അശേഷം ആഗ്രഹമില്ല. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. എന്റെ പരിസ്ഥിതികൾ അങ്ങനെ ആയിപ്പോയി. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ? ഇല്ല മാലതി, അത് മാലതിയെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. വിജയൻ, വരൂ, നമുക്ക് പോകാം. അനങ്ങുന്നില്ലല്ലോ. ദേവതി അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. ഒരു കത്തുണ്ട്. എനിക്ക് കത്തോ? രേവതി മോളെ, നിന്നെയും കാത്ത് ഞാൻ ഇവിടെ കുറെ നേരം ഇരുന്നു. അസൗകര്യമില്ലെങ്കിൽ നീ അമ്മാവന്റെ വീട് വരെ ഒന്ന് വരണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിജയനെ കാണണം. അവനോട് മാപ്പ് ചോദിക്കണം. അമ്മാവൻ തോറ്റുപോയി മോളെ, തോറ്റുപോയി. മാധവി, നീ എന്താടി മിണ്ടാതിരിക്കുന്നു? ഞാൻ വരുന്നില്ല. അതെന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് അദ്ദേഹം കണ്ടു. ഓ,
അതിനിപ്പോ എന്താണ്? എടി ഞാൻ കൊണ്ടുവരുന്ന പണം കൊണ്ടല്ലേ ഇവിടെ കഞ്ഞി വയ്ക്കുന്നു. അല്ലാതെ അയാള് ദേണിച്ചോണ്ട് വരുന്നുണ്ടാണ്. ഞാൻ വരുന്നില്ല. അവിടെ ഒരു ശീലാവതി ഞാൻ വരുന്നുണ്ട്. ഓടി ഇവിടെ പറഞ്ഞു കേൾക്കണല്ലേ. ഓമനെ, മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ കുടിക്കാൻ. ചേട്ടാ, എനിക്ക് മാപ്പ് തരും. ചേട്ടൻ ഒരിക്കലും പൊറുക്കാനാകാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഞാൻ പോകുന്നു. എന്നെ മറന്നേക്കൂ. ഒരു വാക്കുകൂടി, ഓമനെ കൂടി നശിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഓമനെ, 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 ഓമനെ. മോളെ, മോളെ, എന്റെ ഓമനാ മോളെ. എന്നെ ക്ഷമിക്കും അവ. തെറ്റ് ചെയ്തപ്പോഴും നല്ലത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ശിക്ഷ ഇത്രയും ക്രൂരമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നീ തെറ്റിലേക്ക് നീങ്ങിയപ്പോൾ നിന്നെ ഉപദേശിക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ വീട് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വഴിക്ക് പോയി. നീ എന്റെ കൂടെ കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം തകരുകയില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. എനിക്കിനി ഈ ഭൂമിയിൽ ആരുണ്ട്? അമ്മാവൻ ആരുമില്ലേ? ഇങ്ങോട്ട് നോക്കൂ. എന്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ അമ്മാവന്റെ മോളല്ലേ? പറയൂ, ഞാൻ അമ്മാവന്റെ മോളല്ലേ? മോളെ, അമ്മാവനെ നീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, ഞങ്ങളോട് വരൂ. വരൂ അമ്മാവ. വരൂ അമ്മാവ. അമ്മാവ, ഇന്ന് മുതൽ ഇതായിരിക്കും അമ്മാവന്റെ വീട്. രേവതി, നീ ഇനി ഹോസ്റ്റലിൽ പോകണ്ട. അമ്മാവനുണ്ടല്ലോ ഇവിടെ. ഗോവിന്ദ, അമ്മാവനോട് എല്ലാ സൗകര്യങ്ങളും മോളി ചെയ്തു കൊടുക്കും. എനിക്കെപ്പോഴും നിങ്ങളിവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും രേവതിയോട് ചോദിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. വരൂ അമ്മാവ.